ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ്. നിങ്ങൾ പാൽ പൊരിച്ചതെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാൽ പൊരിച്ചത് അല്ലെങ്കിൽ മിൽക്ക് ഫ്രൈ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോറും 1/2 കപ്പ് പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കട്ടയൊന്നും പിടിക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വാനില ഫ്ലേവർ കിട്ടും. ഇനിയിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഈ മിക്സ് നല്ല തിക്കാവുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കൈ വെക്കാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കുകയും വേണം. നമ്മുടെ മിൽക്ക് മിക്സ് നല്ല തിക്കായി വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് സെറ്റാകാൻ വെച്ചുകൊടുക്കാം. അതിനായിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് ബട്ടർ പേപ്പർ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് സ്പ്രെഡ് ആക്കി എടുക്കുന്നുണ്ട്. ഇത് ഒരു 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1/4 കപ്പ് മൈദപ്പൊടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നേരത്തെ സെറ്റാകാൻ വെച്ചിട്ടുള്ള മിൽക്ക് മിക്സ് സെറ്റായിട്ടുണ്ട്. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഹാർഡായിരിക്കും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് പീസസ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കൊക്കെ നല്ലവണ്ണം ക്രംസ് ആക്കി കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ റസ്ക് ക്രംസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നല്ലതാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഡബിൾ കോട്ടിങ്ങും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഡബിൾ കോട്ടിംഗ് ഒന്നും ചെയ്യുന്നില്ല. ഇനി ബാക്കിയുള്ള മിൽക്ക് പീസസും ഇതേപോലെ ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തൊക്കെ എടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ മിൽക്ക് പീസസും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഓയിലൊന്നും വേണ്ട. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വന്നാൽ നമ്മുടെ ഓരോ മിൽക്ക് പീസസും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം, പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഇത് മറിച്ചും തിരിച്ചും ഒക്കെ ഇടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, പൊട്ടിപ്പോവും. പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള പീസസും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാൽ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പം വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം. താങ്ക് യു.